നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജനുവരി മാസം 10-ാം തീയതി, അതായത് 1201 ആണ്ട് ധനുമാസം 26-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം അത്തൻ നക്ഷത്രമാണ്. അത്തൻ നക്ഷത്രം ശുഭനക്ഷത്രമാണ്. പക്ഷെ ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്. ശനി എന്ന് പറഞ്ഞാൽ ഇന്ന് യാത് ദിവസമാണോ ആ ദിവസത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. നക്ഷത്രത്തിന് സെക്കൻഡ് സ്ഥാനമേ ഉള്ളൂ. ഇന്നത്തെ ദിവസം ശരിക്കും ശനിയാണ്, മന്ദൻ്റെ ദിവസമാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇന്ന് ദിവസത്തിൻ്റെ അധിപൻ. അദ്ദേഹത്തിൻ്റെ കൺട്രോളിലാണിന്ന്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു മന്ദീഭാവം ഉണ്ടാവും, ഒരു ഇഴച്ചിലുണ്ടാവും, അലസത ഉണ്ടാവും. അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത്ര കണ്ട് വിജയിച്ചെന്ന് വരില്ല. അതുകൊണ്ട് നോക്കിക്കണ്ട് വേണം ഇന്ന് ഓരോ ശുഭകാര്യങ്ങൾ. വിജയിക്കില്ലെങ്കിൽ പിന്നെ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള അത്തൻ നക്ഷത്രം, ധനുമാസത്തിൽ അത്തൻ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം അത്ര കണ്ട് സന്തോഷപ്രദമല്ല. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. പ്രധാനമായി മനസ്സമാധാനം കിട്ടൂല. 2 ശാരീരിക അസ്വസ്ഥത ഉണ്ടാവും. 3 ശത്രുക്കളുടെ എണ്ണം കൂടും. 4 ധനനഷ്ടം ഉണ്ടാവും. കാര്യവിഘ്നം വരുത്തും. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ ഉള്ള കേസ് തീരുമാനമാവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു പോകണം. നമുക്കിതിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കാൻ പറ്റും. 50% ദോഷവും ഒഴിവാക്കാൻ പറ്റും. എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? പ്രധാനമായി ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുക, ശനി വ്രതം നോക്കണം, സൂര്യഭഗവാനെ തൊഴണം, ശനീശ്വര യന്ത്രം ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ത്യാഗരക്ഷ ധരിക്കണം. ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ ഇതിൻ്റെ ദോഷത്തിൻ്റെ കാഠിന്യം കുറയും. എത്രത്തോളം നമ്മൾ ദൈവീയ കാര്യങ്ങൾ ചെയ്യുന്നുവോ അത്രയും നമ്മളിൽ നിന്ന് ദോഷം അകന്നു പോകും. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാവുകാല സമയം നോക്കി പോകണം. രാവുകാലം നോക്കുമ്പോൾ കലണ്ടറിൽ നോക്കിയാൽ 9 തൊട്ട് 10 വരെ എന്ന് ഇട്ടിരിക്കും. അതല്ല രാവുകാല സമയം. 9:40 തൊട്ട് 11:06 വരെയാണ് രാവുകാല സമയം. 9 മണിക്ക് തുടങ്ങുന്നെങ്കിൽ 9:40 കഴിഞ്ഞിട്ടേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുപോലെ 10:30 തീരില്ല, 11:06 തീരുള്ളൂ. അതുകൊണ്ട് രാവുകാലം നോക്കി. കാരണം ശനി മന്ദനാണ്. രാവും കൂടി നിൽക്കുകയാണെങ്കിൽ ആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ തടസ്സം വരും. അതുപോലെ തന്നെ ഗുളിക കാലസമയവും യമകണ്ഠ കാലസമയവും ശ്രദ്ധിക്കണം. 6:48 തൊട്ട് 8:14 വരെ ഗുളികനും, 1:58 തൊട്ട് 3:24 വരെ യമകണ്ഠ കാലസമയവും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ അഭിജിത്ത് മുഹൂർത്തം നമുക്ക് വന്നിരിക്കുന്നത് 12:08 തൊട്ട് 12:56 വരെ 48 മിനിറ്റ് നേരം. ഞാൻ പറഞ്ഞു മുഹൂർത്തങ്ങളുടെ രാജാവാണ് അഭിജിത്ത്. അതുകൊണ്ട് ഈ സമയം നമുക്ക് അന്ന് വല്ല കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ, ശുഭകാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ ഈ സമയത്ത് തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. ഇപ്പോൾ കറുത്ത വസ്ത്രമോ നീല വസ്ത്രമോ ശനിയുടേതായ കളറായ പ്രപഞ്ചത്തിൽ അന്ന് ശനിയുടെ ദിവസം നിൽക്കുകയാണ്. അന്നത്തെ കളറായ ശനീശ്വരൻ്റെ കൂടെ നമ്മൾ സഞ്ചരിക്കുന്നത് കൊണ്ട് ശനിയുടെ കളർ ധരിച്ചുകൊണ്ട് പോകുന്നത് ശനിയുടെ ആളായിട്ട് നമ്മളെ പരിഗണിക്കും. നമുക്ക് ശനിദോഷം ബാധിക്കത്തില്ല. അതുകൊണ്ട് എല്ലാവർക്കും ശനി ഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.